സർവീസ് സ്റ്റോറിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിൽ ശമ്പളത്തിൽ 30% കട്ട് വന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ശമ്പളത്തിൽ 30%. കേരളത്തിന് വരുമോ ഈ ഗതി എന്നാണ് മനോരമ ചോദിക്കുന്നത്. മലയാള മനോരമ കൊച്ചിയിൽ നിന്ന് ചോദിക്കുന്നത് ഒരു കിഷോറാണ്, പി കിഷോർ. അദ്ദേഹം സാമ്പത്തിക രംഗമൊക്കെ എഴുതുന്ന ആളാണ്. മനോരമയിലെ കിഷോർ ചോദിക്കുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഹിമാചൽ പ്രദേശിൽ IAS IPS ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് 20 മുതൽ 30% ശമ്പളം കട്ട് ചെയ്യാൻ പോകുന്നു. പക്ഷേ തുക മാറ്റിവെച്ച ശേഷം സർക്കാർ തീരുമാനിക്കുന്നതനുസരിച്ച് മറ്റൊരിക്കൽ നൽകുമെന്ന് ഹിമാചൽ ധനകാര്യ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു. പൈസ കൊടുക്കും, പക്ഷെ ഇപ്പൊ തൽക്കാലം കട്ട് ചെയ്യുന്നു. സാമ്പത്തിക ഞെരുക്കവും വരുമാനത്തിൽ ഇടിവും രൂക്ഷമായ കേരളത്തിലും ഇതേ ഗതി വരുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. അതായത് നമ്മുടെ 2026-27 വർഷത്തെ സാമ്പത്തിക വർഷത്തെ കമ്മി 34,587 കോടിയിലെത്തുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ചെറിയ പൈസയല്ല. ഖജനാവിന്റെ ബഡ്ജറ്റിന് ശേഷം ഇലക്ഷൻ പ്രചാരണങ്ങൾക്ക് ഉൾപ്പെടെ നടത്തിയ അധിക ചെലവുകൾ ഈ കണക്കിൽ വരുന്നുമില്ല. അപ്പോൾ അതും കൂടി കണക്കാക്കുമ്പോൾ വലിയ ഇരട്ടിയിലേക്ക് പോകും, 50,000 കോടിയിലേക്കെങ്കിലും പോകും. പുതിയ സർക്കാർ അധികാരമേൽക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഹിമാചലിൽ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ, DGP, ADGP, ഫോറസ്റ്റ് കൺസൽ എന്നീ തലങ്ങളിൽ 30% ശമ്പളം മാറ്റിവെക്കുകയാണ്. സെക്രട്ടറിമാരും വകുപ്പ് തലവന്മാരും IG-യും DIG-യും മറ്റും ഉൾപ്പെടുന്ന തലങ്ങളിൽ 20%. ഭവന വായ്പ ഉൾപ്പെടെയുള്ളവ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നവർ അത് സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകണം. തിരിച്ചടവ് തുക കുറച്ചിട്ട് ബാക്കി തുകയുടെ 20% അല്ലെങ്കിൽ 30% മാറ്റിവെക്കുന്നതായി ആയിരിക്കും. റവന്യൂ വരുമാനത്തിന് 71% ശമ്പളത്തിനും പെൻഷനും തിരിച്ചടവിനും ചെലവിടേണ്ടത്. കേരളത്തിൽ പുതിയ സർക്കാരിന് കിഫ്ബിയുടെ 16,517 കോടി തിരിച്ചടവിന്റെ ബാധ്യതയും നടപ്പ് വർഷം വരികയാണ്. അപ്പോൾ വളരെ രസകരമാണ് കേരളത്തിലെ അവസ്ഥ. ഇനി ഇത് സംബന്ധിച്ചിട്ടുള്ള നല്ലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതായത് 2021 മുതൽ 26 വരെയുള്ള രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച സാമ്പത്തിക ദുരന്തങ്ങൾ, പുത്തുമലയോ അല്ലെങ്കിൽ മുണ്ടത്തിക്കോടോ നടന്നതിനേക്കാൾ വലിയ സാമ്പത്തിക ദുരന്തമാണ് നടന്നത്. പക്ഷെ മലയാളികൾ അടിമകളായതുകൊണ്ട് വലിയ സമരവും പ്രക്ഷോഭമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എടുത്ത് മറിക്കുമായിരുന്നു, ചുറ്റി വളഞ്ഞ്. അതൊന്നും ഉണ്ടായില്ല. ന്യായീകരണ കമ്മി തൊഴിലാളികളാണ് കൂടുതലും ഉള്ളതുകൊണ്ടാണ്. ക്ഷേമ പെൻഷൻ സൂക്ഷിക്കുക. 2021-24 വർഷങ്ങളിൽ ക്ഷേമ പെൻഷനിൽ വലിയ കുടിശ്ശിക വന്നു. ഇലക്ഷൻ അടുത്തപ്പോൾ 2 മാസത്തെ കൊടുത്ത് അതൊക്കെ പരിഹരിച്ചു. അങ്ങനെ വന്നു. ബഡ്ജറ്റിൽ 2,500 രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ. 2025 ബഡ്ജറ്റിൽ 2,500 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി. നേരത്തെ 2,500 രൂപ കൊടുക്കുമെന്ന് 21 മുതൽ കൊടുക്കുമെന്ന് പ്രകടന പത്രിക പറഞ്ഞിരുന്നു. ഒന്നും സംഭവിച്ചില്ല. DA DR 21 മുതൽ 25 വരെയുള്ളത് വളരെ വലിയ ആളുകൾ മാറ്റം വന്നത് മാത്രമല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ കോടതിയിൽ അഫിഡവിറ്റ് വരെ നൽകുന്നു. ഇത് അർഹതപ്പെടുന്നതല്ല, ഇതിന് അർഹതയില്ല എന്ന് കോടതിയിൽ അഫിഡവിറ്റ് വരെ നൽകി. അവസാനം 13-ാം മണിക്കൂറിൽ DA കൊടുക്കാൻ ഉള്ള ഉത്തരവിറങ്ങി. എന്നാലും ഇപ്പോഴും 8 പ്രാവശ്യമായി കൊടുക്കുമെന്ന് പറഞ്ഞ DA കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ശമ്പള പരിഷ്കരണത്തിലെ 25-ലെ ശമ്പള പരിഷ്കരണം 21-ൽ വരേണ്ടിയിരുന്നതാണ്. ശമ്പള പരിഷ്കരണത്തിന്റെ നടപടിക്രമങ്ങളൊന്നും തന്നെ ആരംഭിച്ചില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അത് തന്നെ വലിയ പ്രശ്നമാണ്. 25-26-ൽ ആദ്യ 4 മാസം കൊണ്ട് തന്നെ കേരളം എടുത്ത കടം 17,000 കോടി രൂപയാണ്. 26 മാർച്ചിൽ ട്രഷറി പ്രതിസന്ധി രൂക്ഷമായിട്ടും 3,700 കോടി രൂപ കൂടി കടമെടുത്തു. അപ്പൊ വലിയ കടമെടുപ്പാണ് നടത്തിയത്. 20,700 കോടി രൂപ കടമെടുത്തു. ഇനി വരുമാനക്കുറവ് കാരണം കാലതാമസത്തിന് വലിയ കാലതാമസം ഉണ്ടായി. 73.36% ശമ്പളവും പെൻഷനും പലിശയും നൽകാനാണ് കേരളത്തിൽ ചെലവഴിക്കുന്നത്. 73.36 തനത് വരുമാനത്തിന്റെ 73.36% തുകയും ചെലവഴിക്കുന്നത് ശമ്പളത്തിനും പെൻഷനുമാണ്. 26-ലെ പരിഹാരം 12-ാം ശമ്പള കമ്മീഷൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടെങ്കിലും അതും മുമ്പോട്ട് കാര്യങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. അഷ്വേർഡ് പെൻഷനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിലും ഏപ്രിൽ 1 മുതൽ അത് പറഞ്ഞെങ്കിലും പ്രഖ്യാപനം നടന്നതല്ലാതെ ഒന്നും കാര്യം ഉണ്ടായിട്ടില്ല. പുതിയ ഉത്തരവ് ഇറങ്ങുമത്രേ. 21-25 കാലത്ത് ട്രഷറി പ്രതിസന്ധി മൂലം ശമ്പളം മുടങ്ങി, പെൻഷൻ മുടങ്ങി, DA മുടങ്ങി മീൻസ് കാലതാമസം ഉണ്ടായി. ഏപ്രിൽ മാസങ്ങളിൽ ശമ്പളവും പെൻഷനും തടസ്സപ്പെടുക തന്നെ ചെയ്തു. 24 ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരേണ്ട പരിഷ്കരണം ഇതുവരെ നടപ്പിലായിട്ടില്ല. കമ്മീഷൻ വെച്ചെങ്കിലും ഒരു വെബ്സൈറ്റ് പോലും ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ജസ്റ്റ് അവർ തുടങ്ങിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ. ഇനി 3 മാസ കാലാവധി എന്നുള്ളത് ഒരുപക്ഷെ 5 മാസം കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊരു ആശങ്ക ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കുമുണ്ട്. 2025
മാർച്ച് പ്രകാരം കേരളത്തിന്റെ പൊതുകടം 4.31 ലക്ഷം കോടി രൂപയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 50 വർഷക്കാലം കൊണ്ട് അല്ലെങ്കിൽ 60 വർഷക്കാലം കൊണ്ട് അല്ലെങ്കിൽ 70 വർഷക്കാലം കൊണ്ട് കേരളം ഉണ്ടാക്കിയ കടം എന്ന് പറയുന്നത് 1,70,70,000 കോടിയാണ്. അവിടെ നിന്ന് 4,31,000 കോടി രൂപയുടെ കടമുണ്ടാക്കിയെന്ന് വളരെ വലിയ രീതിയിലാണ് പറഞ്ഞത്. കേന്ദ്ര ധനതന്ത്രി തന്നെ ലോകസഭയിൽ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ 4,71,091 രൂപയുടെ കടം കേരളം ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുക്കടം മാർച്ചിലെ കണക്ക് പൊതുക്കടം 5 ലക്ഷം കോടി കഴിഞ്ഞു എന്നാണ് 2026 മാർച്ച് ആകുമ്പോൾ. അതായത് ഇപ്പൊ കഴിഞ്ഞ കാര്യം 4,81,997 കോടി രൂപ മാർച്ച് ആകുമ്പോൾ അടിയും. അത് വളരെ കോടി രൂപ ആവും. അത് 5 ലക്ഷത്തിലേക്ക് കടക്കുന്നു. കേന്ദ്ര അനുമതി കിട്ടിയ 46,000 കോടിയും മറ്റ് കടബാധ്യതകളും കൂടി ചേർക്കുമ്പോൾ മൊത്തക്കടം 6 ലക്ഷം കോടിയോളം രൂപ വരും എന്നാണ് പറയുന്നത്. ഇത്രയും മോശമായ സ്ഥിതി സംസ്ഥാനത്ത് വന്നാൽ ഏത് ഗവൺമെന്റ് വന്നാലും IPS, IAS, ജുഡീഷ്യൽ ഓഫീസേഴ്സ്, PS എന്നിവർക്ക് ഉന്നയിച്ച 1 ലക്ഷം രൂപ പോലും കുടിശ്ശികയില്ല നൽകാൻ സംസ്ഥാന സർക്കാർ ജാഗരൂകരായി. ഇതിനിടയിലും ഈ പറയുന്ന ആളുകൾക്കെല്ലാം പൈസ കൊടുത്തു. പക്ഷേ നിലവിലുള്ള സർക്കാരിന്റെ സർവ്വ കുടിശ്ശികയും അടുത്ത വരുന്ന ആരായാലും X ആയാലും Y ആയാലും LDF ആയാലും UDF ആയാലും അവരുടെ മണ്ടയിലാണ് വച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഒരുപാട് ക്യാപ്സൂളുകൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ അത് തന്നില്ലേ, ഇത് തന്നില്ലേ, 2000 പെൻഷൻ 2 മാസത്തെ ഒന്നിച്ച് തന്നില്ലേ എന്നുള്ള ക്യാപ്സൂളുകളും കഥകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതിലൊന്നും ഒരു കഥയുമില്ല, ഒരു കാര്യവുമില്ല. പക്ഷേ കേരളം ഹിമാചലാകുമോ എന്നാണ് ജീവനക്കാർ ആലോചിക്കുന്നത്.